Hello, good evening. Okay, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളിന്ന് ടോപ്പിക് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഗ്നൈറ്റ് ദ ക്ലാസ് റൂം എന്നാണ്. നമ്മളെല്ലാവരും പല ടീച്ചേഴ്സാണ്, പ്രൊഫഷണൽസ് ആണ്, പല രീതിയിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എന്താ പറയുക, ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഒരു ദിവസം, അതായത് ഒരു അധ്യാപകന് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കും. കാരണം 3 വർഷം 4 വർഷം കൂടുമ്പോഴാണ് ഒരു സിലബസ് ചേഞ്ച് ആവുന്നത്. അപ്പൊ അവർക്ക് എന്നും ചർച്ച ചെയ്യേണ്ടത് ഒരേ ടോപ്പിക് മാത്രമാണ്. അപ്പൊ ആ ടോപ്പിക്കിൽ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഈ സ്ഥിരം ഒരു ടോപ്പിക് തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരം ഒരു കാര്യത്തെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിരിക്കും സ്വാഭാവികമായും ഒരാൾക്ക് ചടപ്പുണ്ടാവും. കാരണം ക്ലാസ് പറഞ്ഞാൽ അങ്ങനെ രീതിയിൽ നമ്മളിപ്പോ ലെക്ചർ ആയാലും എന്താ പറയാ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ പറയും. രണ്ടാമത് പറയുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് മിനുക്കിയിട്ട് പറയും. മൂന്നാമത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് ചടക്കും. അത് നാലായി അഞ്ചായി ഇത് മാറുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് വലിയ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യില്ല, വലിയ ബോധം ഇടാക്കൂല. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഓരോ ദിവസം ഇപ്പോ ഓരോ ക്ലാസ്, ഓരോ 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള കുട്ടി ആയിക്കോട്ടെ, എല്ലാ കുട്ടികളും എന്താണ്, ഓരോ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ക്ലാസ് വരുന്ന സമയത്ത് നമുക്ക് അവരിലേക്ക് ഏതൊക്കെ രീതിയിൽ, നല്ല രീതിയിൽ അവരെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ എത്തിക്കാന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഇഗ്നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കത്തിക്കുക എന്നാണ്. ക്ലാസ് റൂം എന്ത് ചെയ്യുക, കത്തിക്കുക. വളരെ ഫയർ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് റൂം എങ്ങനെ ഏതൊക്കെ രീതിയിൽ കത്തിച്ച് നല്ല സ്റ്റുഡൻസിന്റെ മുമ്പിലും സ്റ്റുഡൻസിലേക്ക് എത്രത്തോളം നമ്മൾ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്സ് എത്തിക്കുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കുന്നത്. നമ്മളെ ഈ മീറ്റില് ഏതൊക്കെ മേഖലയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ടീച്ചറാണ്. രവി, ഹലോ, ഓക്കെ. പല മേഖലയിലുള്ള ആൾക്കാർ നമ്മളെ ഇതിലുണ്ട്. എങ്കിൽ കൂടി വളരെ ലളിതമായുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്മള് ഫസ്റ്റ് നോക്കുന്നത് സ്പൈസ് പറഞ്ഞൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് 5 രീതിയിലാണ് ആ മെത്തേഡിനെ നമ്മൾ ഒരു ക്ലാസ് റൂം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റത്തെ നമ്മൾ ക്ലാസ്സിൽ വരുന്ന അധ്യാപകൻ ഒരു ക്ലാസ് കയറി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മളൊരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ആ ആ ക്ലാസ്സിലുള്ള ഒരു 30-35 കുട്ടികൾ ആ അധ്യാപകനെയാണ് വീക്ഷിക്കുന്നത്. അപ്പൊ അധ്യാപകൻ ഒരു എന്താ പറയുക, ഡ്രസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷൂവിലായിക്കോട്ടെ, അത് എന്തെങ്കിലും ഒരു പോറൽ വരെ എന്ത് ചെയ്യും, അതായത് ഒരു ബട്ടൺസ് ഇട്ടില്ലെങ്കിൽ വരെ കുട്ടികൾ ശ്രദ്ധിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് കുട്ടികൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഇംപ്രഷൻ. അതായത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഒരു സ്പീച്ചിൽ നമ്മൾ ഹുക്ക് കൊടുക്കുക എന്ന് പറയും. അതായത് ആ വിഷയത്തെ സംബന്ധിച്ചൊരു കാര്യം ഫസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ആ സർപ്രൈസ് എന്നാണ് ആ ഫസ്റ്റത്തെ സർപ്രൈസ് നമ്മൾ ത്രൂ ഔട്ട് 45 മിനിറ്റ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആ 45 മിനിറ്റും എന്ത് ചെയ്യുക,
നമ്മൾ ആ സർപ്രൈസ് കൊണ്ടുപോയി ലാസ്റ്റിലേക്ക് എത്തിക്കുക എന്നാണ്. നമ്മളൊരു കുട്ടിയെ സർപ്രൈസ് പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. അതായത് നമ്മളൊരു മിസ്റ്ററി ബോക്സ് ആയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടു ചെന്നിട്ട് അതിൽ നമ്മൾ അവസാനം വരെ ആ കുട്ടികളെ ആകാംക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാന്നാണ് സർപ്രൈസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർപ്രൈസില് പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പാട്ട് പാടി കുട്ടികളെ എൻഗേജ് ചെയ്തിട്ട് എന്താ പറയാ അവരെ ഇപ്പൊ രാവിലെ ഉച്ചന്റെ ശേഷമുള്ള പീരീഡ് ഒക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് നല്ല കാറ്റും കൊണ്ട് ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുന്ന സമയമാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്ത് നമ്മൾ തിയറിയും കൊണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും എന്തായാലും മുഷിപ്പുണ്ടാവും കുട്ടികൾക്ക്. കാരണം അവര് അത്രക്ക് ടയർഡായിട്ട് ചിലപ്പോൾ ഉച്ചക്കൊക്കെ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ടയർഡായിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ ആ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 100% അവരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫസ്റ്റിലേക്ക് കൊടുക്കുന്ന ഈ സർപ്രൈസിലും അതേപോലെ സർപ്രൈസിൽ കൊണ്ട് പല രീതിയിലുണ്ട്. അതായത് നമ്മൾ അവരെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടും സ്ട്രെസ് ബ്രേക്കർ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക ക്ലാസ്സിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഫസ്റ്റത്തെ 5 മിനിറ്റിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഈ ഫസ്റ്റത്തെ 5 മിനിറ്റിലാണ് ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ് കൊണ്ടുപോകേണ്ടിയുള്ളത്. ഓക്കെ. ഈ ഫസ്റ്റത്തെ 5 മിനിറ്റിൽ ഈ സർപ്രൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റത്തെ ഇപ്പോൾ ട്രെയിനിങ് ആയിക്കോട്ടെ ഏത് മേഖലയിലേക്കും നമ്മൾ ഈ ഫസ്റ്റത്തെ 5 മിനിറ്റ് അവരെ എന്താ പറയാ ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീപ്പിച്ച് ഓരോ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുട്ടികൾ ഒന്നുകൂടിയും ആക്റ്റീവ് ആയി കിട്ടും, ഒന്ന് ഉന്മേഷമായി കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യാ ഒരു കുട്ടികളെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ പണ്ട് 45 മിനിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരു ക്ലാസ് പീരീഡ് 45 മിനിറ്റിലേക്ക് നമ്മൾ ഒതുക്കി ഉണ്ടായിരുന്നു. ഇപ്പൊ അറ്റൻഷൻ സ്പാൻ വെറും 12 12 മിനിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എന്ത് ചെയ്യും കുട്ടികളെ നമ്മളെ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ബാധിക്കും. അപ്പൊ ഫസ്റ്റില് അവർക്ക് നൽകുന്ന അറ്റൻഷന് അവർക്കുള്ള അവർക്ക് നൽകുന്ന എന്താ പറയാ സർപ്രൈസ് അതുപോലെ തന്നെ അവർക്ക് നല്ല ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവരെ കുറച്ചുകൂടി ക്ലാസ്സിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടും. ഓക്കെ. രണ്ടാമത് വരുന്നത് പ്രൊവൈഡ് ചോയ്സ് ആണ്. ഓക്കെ. പ്രൊവൈഡ് ചോയ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ഓരോരോ ഈ പല രീതിയിൽ എന്ത് ചെയ്യുക നമ്മളെ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ 1 മുതൽ 10 വരെയുള്ള ഒരു കാര്യങ്ങള് ഇപ്പം ഒരു സെമിനാർ ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്ലാസ്സിന്റെ ചാപ്റ്റർ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല ഒരു അറ്റ് എ ടൈമിന് എടുത്ത് തീർക്കാൻ കഴിയൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ കുട്ടിക്ക് എന്ത് ചെയ്യാ ഒരു അത്യാവശ്യം ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടിക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവരെ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാനും ഓരോ കാര്യങ്ങള് അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യിപ്പിക്കുക. കാരണം ഓരോ കുട്ടികള് ഓരോ കാര്യങ്ങൾ അവരെ ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കുന്നതിന് എന്ത് ചെയ്യും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓരോ കാര്യങ്ങൾ പഠിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് എന്താ പറയാ കൂടുതൽ ചോയ്സുകൾ ഡെറിവേഡ് ഇപ്പം എന്താ പറയാ ഒരു കാര്യത്തെ പല രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ കുട്ടികളിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ അത് കുട്ടികളിലേക്ക് എത്തുക എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോ 10 കുട്ടികൾ ഒരു ക്ലാസ് റൂം ഉണ്ടെങ്കിൽ 10 കുട്ടികളും യുണീക്ക് ആയിരിക്കും ഉണ്ടാകുക. ഈ 10 കുട്ടികളും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികളായിരിക്കും ഈ 10 കുട്ടികൾ ഉണ്ടാകുക. ഓക്കെ. ഈ 10 കുട്ടികളുടെയും ബുദ്ധി അതായത് ഐക്യു ലെവലും 10 രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ വേറെ മറ്റേ കുട്ടിക്ക് 10 പ്രാവശ്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനെ എന്താ പറയാ ലളിതമാക്കി കൊണ്ടുവന്നിട്ട് എന്താ പറയാ പലവിധ ചോയ്സുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക പഠിപ്പിക്കുക. ഓക്കെ. പിന്നുള്ളത് ഇന്ററാക്ട് എന്നുള്ള മെത്തേഡാണ്. ഇന്ററാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കൂടുതലായിട്ട് എന്ത് ചെയ്യാം അവരുടെ ഇപ്പൊ ഔട്ട്ഡോറിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് സാധനങ്ങള് കുട്ടികൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ഏതൊക്കെ രീതിയിൽ വളരെ കാണിച്ചു കൊണ്ട് പഠിക്കുക. അത് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ എന്താ പറയുക സാധനങ്ങൾ ഒബ്ജക്റ്റ് കാണിച്ച് ഇന്ന സാധനം ഒരു മെഷീൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആ വീട് കാണിച്ചിട്ട് ആ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ
ഒരു കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു കാട് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയോ അല്ലെങ്കിൽ കാട്ടിലേക്ക് കൊണ്ടുപോയോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കിളികൾ, പക്ഷികൾ കാര്യങ്ങളൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കാണിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഉള്ളത് സി ആണ്. സ്പൈസിൽ ആദ്യം എസ് പറഞ്ഞു സർപ്രൈസ്, പി പറഞ്ഞു പ്രൊവൈഡ് ചോയ്സ്, ഐ പറഞ്ഞു ഇന്ററാക്ട്. അടുത്തത് കണക്ട് എന്നുള്ള മെത്തേഡാണ്. കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ. ഈ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിന് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാ നിലവിലിപ്പോ പല ആൾക്കാരും അധ്യാപക ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ സൈക്കോളജിയിലും കാര്യങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്ത് കണക്ട് ചെയ്ത് ലളിതമാക്കി പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതേപോലെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. പിന്നെ എക്സിറ്റ് റിഫ്ലക്ട് ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ട് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ലാസ്റ്റിലേക്ക് ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത്, അതായത് ഇന്ന് പഠിപ്പിച്ച് നാളെ ആകെ ഒരു മണിക്കൂറുള്ള ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നാളത്തേക്ക് ഒരു സർപ്രൈസ് ഒരു കുട്ടികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാളെ ഇപ്പൊ ഒരു നമ്മളെ ഒരു എന്നെ പഠിപ്പിച്ചൊരു സാർ ഉണ്ടായിരുന്നു, യു പിയിൽ പഠിപ്പിച്ച ആ സാർ ഒരു ദിവസം ഒരു കഥ പറഞ്ഞ് ആ കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ്സിന്റെ ഇടയിൽ കഥ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് പകുതിക്ക് അവിടെ നിർത്തി വെച്ച്. പിറ്റേന്നും സാർ ആ കഥ പറഞ്ഞില്ല, അതിന്റെ പിറ്റേന്നും കഥ പറഞ്ഞില്ല. അത് 4 ദിവസം കഴിഞ്ഞാലാണ് ആ സാറ് അതിന്റെ കഥ ബാക്കി പറയുന്നത്. കാരണം അത്രയ്ക്ക് ക്യൂരിയോസിറ്റി ആയിട്ടാണ് നമുക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ ക്യൂരിയോസിറ്റി ഉള്ള രീതിയിൽ എന്ത് ചെയ്യുക അവരെ കൊണ്ട് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഓരോ കാര്യങ്ങള് എത്തിച്ച് നിർത്തുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സ്പൈസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. പിന്നെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഗെയിമിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റി ബേസിൽ എന്ത് ചെയ്യുക. ഇത് നിലവിൽ നമുക്കൊരു സിലബസ് ഉണ്ടായിരിക്കും. ഒരു LP ആയാലും UP ആയാലും ഹൈസ്കൂൾ ആയാലും ഹയർ സെക്കൻഡറി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യും ഒരു സിലബസ് ഉണ്ടായിരിക്കും. ആ സിലബസ് എന്ത് ചെയ്യുക നമ്മളുടേതായ രീതിയിൽ പഠിപ്പിക്കുക. കാരണം ആ രീതിയിൽ നമ്മളെ ഒരു ചോയ്സിലോ നമ്മൾ വരുന്ന ടേസ്റ്റിലൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക. കാരണം ചിലപ്പോൾ ചില അധ്യാപകർക്ക് പാട്ട് പാടാനായിരിക്കും കഴിവുണ്ടാകുക. ചില അധ്യാപകർക്ക് എന്ത് ചെയ്യും നന്നായിട്ട് കഥ പറയാനുള്ള കഴിവുണ്ടാകും. ചില നല്ല എന്ത് ചെയ്യും ആക്ടിവിറ്റി കൊടുത്ത് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. ഓരോ അധ്യാപകരും ഓരോ വ്യത്യസ്തമായ കുട്ടികളെ പോലെ തന്നെ ഓരോ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അധ്യാപകര് കുട്ടികളാവാനാണ് അത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ കുട്ടികളായിട്ട് എന്ത് ചെയ്യുക അവർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ നമ്മളുടെ കഴിവുകൾ അവരിലേക്ക്, അതായത് ഇപ്പൊ പാട്ട് പാടാൻ പറ്റുന്ന ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പാട്ടിലൂടെ പഠിപ്പിക്കാൻ കഴിയും. കാരണം പാട്ടിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു താളത്തിൽ എന്ത് ചെയ്യും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പാടാൻ കഴിയും. അപ്പൊ കൂട്ടത്തിൽ പാടിയിട്ട് എന്ത് ചെയ്യുക പാട്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ചെറിയ മ്യൂസിക് വന്നാൽ പണ്ടത്തെ പാട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ചെറിയ മ്യൂളൊക്കെ ഒരാൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പാടിപ്പോവും. ആ പാട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക നമ്മളൊരു സിലബസ് സെറ്റ് ചെയ്ത്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സിലബസ് സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു ഹൈസ്കൂൾ അധ്യാപകന് 4 വർഷം പഠിപ്പിക്കേണ്ട ഒരു സിലബസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ നമ്മളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക ഒരു സിലബസ് ഡെവലപ്പ് ചെയ്യുക. സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാഠഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പാട്ട് രൂപത്തിലോ കാര്യങ്ങളോ നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പലരും പറഞ്ഞിട്ടുള്ള വേറെ കാര്യം പറഞ്ഞാല് ക്ലാസ്സിൽ എന്ത് ചെയ്യൂല കുട്ടികൾ അടങ്ങിയിരിക്കൂല, കുതിര കളിക്കും, വർത്താനം പറയും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഈ ഇതിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന ക്ലാസ് റൂം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ വെച്ചാല് സ്റ്റോപ്പ് സൈലൻസ് എന്നുള്ള രീതിയിലാണ്. അതായത് അവർ ഉറക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സൈലന്റ് ആയിട്ട് സംസാരിക്കുക. പിന്നെ അവര് സൈലന്റ് ആയി ക്ലാസ് കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം കൊടുക്കുക. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഈ 5 to 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ കൂടുതൽ കുട്ടികൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്ന ടൈമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജനാലിനുള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുക, അങ്ങനത്തെ രീതിയിലേക്ക് എന്ത് ചെയ്യും കുട്ടികൾ ക്ലാസ് ചടച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പല ചുറ്റുപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ആ ചുറ്റുപാടെല്ലാം മാറാതെ എന്ത് ചെയ്യുക നമ്മള്
ആ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യുക ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എല്ലാ സമയവും നമുക്കും എന്ത് ചെയ്യൂല ഒരു ക്ലാസ് എടുക്കാനുള്ള മൂഡിലായിരിക്കില്ല ഉണ്ടാവുക. ഓരോ അധ്യാപകരും ഓരോ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ രീതിയിലേക്ക് അവരെ എൻഗേജ് ചെയ്യുന്ന ഓരോ ഗെയിമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഡിജിറ്റൽ പെഡഗോജി ആയിട്ടോ ഡിജിറ്റൽ പെഡഗോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ ICT ഉപയോഗിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോ ChatGPT ഉപയോഗിച്ചോ ജെമിനായി ഉപയോഗിച്ചോ നമ്മൾ ഓരോ എന്താ പറയാ ഓരോ ആക്ടിവിറ്റി കാര്യങ്ങള് അവർക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എന്താ പറയാ പെട്ടെന്ന് നമുക്ക് അവർക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ അവരെ കൂടുതൽ ടെക്നോളജി വൈസ് ആയിട്ട് കാരണം ഇപ്പോ നിലവിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു എല്ലാവരും കുറ്റപ്പെടുത്തല്ല ഈ അധ്യാപകർക്ക് പല ഡ്യൂട്ടീസ് കാര്യങ്ങൾ അതായത് ക്ലാസ് റൂമിന്റെ പുറമെ പല ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ക്ലാസ് റൂമിൽ കയറുന്ന സമയത്തായിരിക്കും പലർക്കും എന്താ പറയാ ഓരോ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈം കിട്ടുക. അപ്പൊ ഈ പ്രിപ്പറേഷൻ എന്നുള്ള സാധനം നമുക്ക് നേരത്തെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്താൽ മതി അതിലേക്ക് ഇന്ന പാഠഭാഗമാണ് ഇന്ന രീതിയിൽ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആ കാര്യം എന്ത് ചെയ്യുക ആ സമയത്തേക്ക് ചെയ്യാം. നമ്മള് TLM ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യുക നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യുക ഓരോ ലെസണ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ പ്ലാൻ ചെയ്യുക. ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ ലെസണും പ്ലാൻ ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ട്രെയിനിങ്ങിന്റെ ഒക്കെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ലെസൺ പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അധ്യാപകരായി കുറച്ചുകൂടി പ്രോ വേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ പോകും. പക്ഷെ എങ്കിലും നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് നമുക്ക് എത്രത്തോളം 100% കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ കാരണം ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കാതെ പോകുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് കുട്ടീന്റെ ജീവിതത്തിൽ അത് നഷ്ടം തന്നെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു തുള്ളി പോലും എന്ത് ചെയ്യരുത് നമ്മളെ പാഠഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു തുള്ളി പോലും മിസ്സാവരുത് എന്നുള്ള നിശ്ചയത്തോടെ നമ്മൾ എന്ത് ചെയ്യുക പഠിപ്പിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതില് വേറൊരു കാര്യം ഉൾപ്പെടുത്താനുള്ളതെന്ന് വെച്ചാല് നമ്മളെ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിൽ നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരു പാട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ശ്ലോകം പോലെ കുട്ടികളെ നേരത്തെ തന്നെ പഠിപ്പിക്കുക. ഇപ്പോ ക്ലാസ് 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 അധ്യാപകന് പറയാണ് ക്ലാസ് 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 എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ യെസ് 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 എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുക്കുക. ആ കമാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമാൻഡ് എന്താ ഇപ്പം ക്ലാസ് 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 കുട്ടികൾ പറയും അധ്യാപകൻ പറയും ക്ലാസ് 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 കുട്ടികൾ പറയും യെസ് 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 അപ്പം അധ്യാപകൻ കൊടുക്കുന്ന കമാൻഡ് സ്ലീപ്പ് 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 എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും എല്ലാവരും കിടക്കുക. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോ സ്ലീപ്പിന് പകരം സൈലൻസ് കൊടുക്കുക. അതേപോലെ അങ്ങനത്തെ ഓരോ റൈമിങ് വേർഡ് അങ്ങനത്തെ ഓരോ കാര്യങ്ങള് കുട്ടികൾ കോമൺ ആയിട്ട് ഒരു സാധനം എന്ത് ചെയ്യാൻ നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതേപോലെ അങ്ങനത്തെ ഓരോ കാര്യങ്ങള് നമ്മൾ നേരത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഇപ്പൊ കുട്ടികൾ മുഷിപ്പ് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുട്ടികൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആയിട്ട് വീണ്ടും ക്ലാസ്സിലേക്ക് തന്നെ വരും. ഓക്കെ. അതേപോലെ തന്നെയാണ് എല്ലാ ദിവസവും ക്ലാസ് ഇപ്പൊ വീക്കിലി ഇപ്പോ 4 അവർ നമുക്കിപ്പോ ക്ലാസ് ഉണ്ടെങ്കിൽ ഈ 4 അവറും ക്ലാസ് ആയിട്ട് കൊടുക്കാതെ അവർക്ക് ഓരോ ഗെയിമോ കാര്യങ്ങളൊക്കെ രീതിയിൽ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുക ക്ലാസ്സിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. അപ്പൊ കൂടുതൽ സമയങ്ങള് നമുക്ക് സമയം എന്ന് പറഞ്ഞ സാധനം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയത്താണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ക്ലാസ്സിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്രയാണ് നമ്മുടെ പോർഷൻസ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ഓക്കെ. നമ്മള് ഒരു 1 ഹവർ സെഷനാണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മള് ആ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമ്മളതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, സിദ്ദിഖ് സർ. ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ. നല്ല കേട്ട ഭാഗങ്ങൾ വളരെ അടിപൊളി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. എനിക്ക് ഒരു ഡൗട്ടുള്ളത്, ഡിഫറൻഷ്യലി ചിന്തിക്കുന്ന കുട്ടികളെ നോർമൽ കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഈ ഡൗട്ട്. അധ്യാപകർ അതിനെന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്? പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നോർമലി ഇപ്പോൾ ഒരു 50 കുട്ടികളുള്ള ഒരു സ്കൂൾ, അല്ലെങ്കിൽ 20 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂം ആണെങ്കിൽ ഇവരിൽ കുട്ടികളെ അഭിരുചി തിരിച്ചറിയാൻ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം നമ്മളെ സ്കൂളിൽ 40ഓളം കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അതിൽ നമുക്ക് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ ഒരുപാടുണ്ട് ഇപ്പൊ നിലവിൽ. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാന്നാണ് സാർ ചോദിച്ചതിൽ. അപ്പോ നമുക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾക്ക് നമ്മൾ എന്താ പറയാ, കൈ ഒഴിഞ്ഞ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് BRC ടീച്ചർമാരുണ്ട്, അവരൊന്ന് ക്ലാസ് എടുക്കുന്നതാണ് കൈ ഒഴിഞ്ഞ് പറയാനുള്ളത്. സാധാരണ ടീച്ചർമാരുള്ളതാണ്. കാരണം ഒരു 10-60 ഒരു കുട്ടി 10-40 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനത്തെ ഒറ്റ കുട്ടികൾ മാത്രം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അധ്യാപകന് ചാപ്റ്റർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ അധ്യാപകർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നമുക്ക് ഫ്രീ ടൈം ഉള്ള സമയത്തോ അല്ലെങ്കിൽ വീടുകളിലെ സമയത്തോ ഇവർക്ക് ഏത് മേഖലയിലാണ് കുട്ടിക്ക് പ്രശ്നമുള്ളതെന്ന് നമുക്ക് സെലക്ട് അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അസസ്മെന്റിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിന്റെ അസസ്മെന്റ് ഡിവൈസസ് കുറെ ഉണ്ട്. സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി ഗ്ലാഡ് എന്ന് പറഞ്ഞ അസസ്മെന്റ് ടൂൾ ഉണ്ട്. അതിലുള്ള അതായത് മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് വിഷയങ്ങളിൽ ഓരോ ഏജിലുള്ള കുട്ടികൾക്കും അതിന് പ്രത്യേകം തയ്യാറാക്കിയ അസസ്മെന്റ് ടൂളുകളുണ്ട്. ആ അസസ്മെന്റ് ടൂൾ വെച്ചിട്ട് ആ കുട്ടിക്ക് ഏതൊക്കെ മേഖലയിലാണ് കുട്ടിക്ക് എന്താ പറയാ കുറവുള്ളത്, ആ കുറവ് പഠിക്കാനും ബുദ്ധിമുട്ടുള്ളത്, ആ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക. ഇപ്പൊ ഈ ഒരു കുട്ടിക്ക് നമ്പറുകൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, ആ കൂട്ടലും കുറക്കലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നമ്പറുകളിലാണോ അല്ലെങ്കിൽ കൂട്ടലും കുറക്കലും അരിതമെറ്റിക് ഏരിയയിലാണോ ആ കുട്ടിക്ക് പ്രശ്നമുള്ളത്? അപ്പൊ ആ രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മള് കുട്ടിക്ക് പ്രശ്നമുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ സ്പെസിഫിക് ആയിട്ട് കണ്ടെത്തുക. ഈ കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്, ഇൻഡിവിജ്വൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ പർട്ടിക്കുലർ കുട്ടികൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ഉള്ള കുട്ടികൾക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് നമ്മള് നോർമലി കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് മെന്റൽ ഇൽനെസ് ഉള്ള കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർക്ക് കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. കാരണം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലൂടെയാണ് അവരുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഈ സ്കൂൾ സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്നൊരു കാര്യമുള്ളൂ. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്ത് അവരെ വിദ്യാഭ്യാസത്തിന് ഉപരി അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കുട്ടികളേക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മെന്റൽ ഇൽനെസ്, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ആണ് ഞാൻ ഈ കേസ് പറഞ്ഞത്. അതായത് അവർക്കാണ് സോഷ്യൽ ഇന്ററാക്ഷൻ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഓരോ കാര്യങ്ങൾ എൻഗേജ് ചെയ്ത് പഠിപ്പിക്കുക. കാരണം നമ്മൾ സംസാരിക്കുന്നതിലൂടെ ഒരുപാട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ഒരേ ഏജിലുള്ള കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നമ്മൾ അധ്യാപകർ പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്,
കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അധ്യാപകർ ശ്രദ്ധിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യരുത്, ഇപ്പോ ചില സ്കൂളിൽ കണ്ടിട്ടുണ്ട് CP ഉള്ള കുട്ടി അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളായിരിക്കും. അവർക്ക് രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ള ഇതിനെ കുറിച്ച് എന്ത് ചെയ്യും, രക്ഷിതാക്കൾക്ക് അറിയണ്ടാവില്ല. അപ്പൊ അവർക്ക് നോർമൽ സ്കൂളിൽ വിട്ടാൽ മതി, എന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പഠിച്ചോളും എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ നോർമൽ സ്കൂളിൽ വിടുന്ന സമയത്ത് നോർമൽ കുട്ടികളുടെ കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചലഞ്ചുള്ള കുട്ടികളും അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, CP ചെയറിൽ ഇരുത്തും. അപ്പൊ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ CP ചെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുട്ടിക്ക് പിന്നെ ഇവിടുന്ന് എണീച്ച് പോകാൻ കഴിയൂല. അപ്പൊ അങ്ങനെ ലോക്കായിട്ട് ഇരുത്തി കഴിഞ്ഞാല് കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യാ, അവർക്കുള്ള, അതായത് അവരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അധ്യാപകരെ അടുത്ത് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനെന്ത് ചെയ്യുക, ആ രീതിയിലുള്ള സംവിധാനങ്ങൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കേരളത്തിലും അകത്തും പുറത്തൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അധ്യാപകരുണ്ട്. അപ്പോ ഈ നമുക്ക് നോർമൽ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മറ്റുപോലെ പഠിപ്പിക്കാൻ കഴിയൂല എന്നല്ല പറഞ്ഞത്. അപ്പൊ അത് പഠിപ്പിക്കാൻ പല ടെക്നിക്കൽ രീതിയിലാണ് പഠിപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് പിന്നീട് അത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, വരുന്നില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എനിവേ ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും എൻ്റെ വക എൻ്റെ ഭാഗത്ത് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. ഫസ്ന, വേറെ എന്തെങ്കിലും?